ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. നീ ഒരു പെണ്ണാ, വെറും ഒരു പെണ്ണ്. കാറിൽ കയറടി, വന്ന വഴി എന്നിട്ട് തിരിച്ചു വിട്ടോ, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുവടാ എന്ന് നൂർജഹാൻ ധൈര്യത്തോടെ ചോദിക്കുവാണ്. ആഹാ, എങ്കിൽ വിളിയടി എന്നും പറഞ്ഞ ഗുണ്ട നൂർജഹാന്റെ കയ്യെ കയറി പിടിക്കുവാണ്. ഈ രാജപ്പന്റെ കയ്യിനെ നിന്നെ രക്ഷിക്കാൻ ചങ്കുറപ്പുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ അവൻ വരട്ടടി. എടാ, എൻ്റെ കയ്യേന്ന് വിടറാ, സത്യാമയം വന്നിട്ട് കയ്യേന്ന് വിടെന്നൊക്കെ പറയുന്നുണ്ട്. അവനിങ്ങനെ നൂർജഹാന്റെ കയ്യെ പിടിച്ച് തിരിക്കുവാണ്. അപ്പോഴങ്ങോട്ടൊരു കാറ് വരുന്നുണ്ട്. കാറിൽ നിന്ന് നമ്മുടെ അനൂപും അവൻ്റെ ഫ്രണ്ടുമാണ് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് അനൂപ് അങ്ങോട്ട് വരുന്നത് കണ്ട് ആ ഗുണ്ട നൂർജഹാന്റെ കയ്യേന്ന് വിടുവാണ്. അനൂപ് അങ്ങോട്ട് ചാടി ചെന്നിട്ട് ചോദിക്കുന്നത്, അല്ല ചേട്ടന്മാരെ, എന്താ വൈ കാണിക്കുന്നത്? സ്ത്രീകളോടാണോ ഇങ്ങനെയൊക്കെയുള്ള പരാക്രമങ്ങളൊക്കെ കാണിക്കുന്നത്? അതൊക്കെ മോശമല്ലേ ചേട്ടന്മാരെ? നീ ആരാടാ, സ്ത്രീ സംരക്ഷകനോ? അതൊക്കെ എന്താണെന്നൊക്കെ ഞാൻ പറയാം, പക്ഷെ ഇതൊക്കെ ഒന്ന് എടുത്തു മാറ്റിക്ക്, അവരങ്ങ് പൊയ്ക്കോട്ടെ. നൂർജഹാനെ, നിങ്ങൾ പോയി കാറിലിരിക്കുക, ഈ ബ്ലോക്കൊക്കെ 2 മിനിറ്റ് കൊണ്ട് ഞങ്ങളങ്ങ് മാറ്റിയേക്കാം എന്നിങ്ങനെ അനൂപ് പറയുന്നതും ആ ഗുണ്ട നീ തീർന്നടാ എന്നും പറഞ്ഞ് അനൂപിനെ ഒരൊറ്റടിയടിക്കുവാണ്. അങ്ങനെ ഇവിടെ സത്യാമേൻ ടീമിനെ ആക്രമിക്കുന്ന ഗുണ്ടകളെ അനൂപും അവൻ്റെ കൂട്ടുകാരുടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവിടെ ആണെങ്കിൽ ശാലിനിയും ശാരദാമ്മയും ആക്രമിക്കുന്ന ഗുണ്ടകളെ വിഷ്ണുവും കമലനും എല്ലാം ചേർന്ന് അവിടെ ഇട്ട് ശരിയാക്കുന്നുണ്ട്. അങ്ങനെ രണ്ടിടത്ത് നല്ല പൊരിഞ്ഞ അടി തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ കമലൻ്റെ കൈയുടെ കെട്ടൊക്കെ അടിച്ചപ്പോഴേക്ക് കമലനെ അവരടിച്ച അടിയെല്ലാം കൂടെ മനസ്സിൽ വെച്ച് കമലൻ അവരെ എടുത്ത് അങ്ങ് പൊരിഞ്ഞടിച്ച് ചാർത്തുവാണ്. എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് നീ കൈവച്ചോടാ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ വിഷ്ണു ഒരന്തവും കുന്തവും ഇല്ലാതെ തലങ്കും വിലങ്ങും ഇട്ട് അടിച്ചവന്മാരെ പപ്പടത്തൂള് പോലാക്കുവാണ്. അവിടെ അനൂപും അവൻ്റെ ഫ്രണ്ടും കൂടെ ആ ഗുണ്ടകളെ എടുത്തിട്ട് ചാർത്തുന്നു. ഇവിടെ വിഷ്ണുവും കമലനും ചേർന്ന് ഇവന്മാരെ എടുത്തിട്ട് ചാർത്തുന്നു. വിഷ്ണുവിൻ്റെ അടി കൊണ്ട് അനങ്ങാൻ വയ്യാതെ ചോര തുപ്പിക്കിടക്കുന്ന ഓരോവന്മാരും. അനൂപ് അവന്മാരെ തല്ലി ഒരു ചമ്മന്തി പരുവാക്കി. എങ്ങനെയൊക്കെ മുട്ടുകാലിലൊക്കെ എഴഞ്ഞവന്മാർ ഓടുവാണ്. ഇവർ മറ്റെന്തോ പ്ലാൻ ചെയ്ത് വന്നതാ, നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്നും പറഞ്ഞ് അനൂപ് അവരെ ഡ്രോപ്പ് ചെയ്യുവാണ്. ശാരദാമ്മയെ ആക്രമിച്ച ഗുണ്ടകളെ വിഷ്ണുവും കമലനും കൂടെ ഒരു പരുവമാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വിഷ്ണു പറയുക, എടാ, നിന്നെയൊക്കെ പറഞ്ഞു വിട്ടവന്മാരോട് ചെന്ന് പറഞ്ഞേരെ, കയ്യും കാലും തല്ലി ഒടിക്കാതെ വിടുന്നതേ നിന്നോടൊക്കെയുള്ള സഹതാപത്തിൻ്റെ പുറത്തല്ല. ഈ വിഷ്ണുവിന് സമയമില്ലാഞ്ഞിട്ടാ, എഴുന്നേറ്റ് പോടാ എന്നും പറഞ്ഞ് വിഷ്ണുവും കമലനും ശാരദാമ്മയും ശാലിനിയും എല്ലാവരുടെ കാറിൽ കയറി അങ്ങ് പോവുകയാണ്. ചന്ദ്രബോസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയ്ക്കുള്ള പണി അവർ ചെയ്തെങ്കിലും നമ്മുടെ വിഷ്ണു അതെല്ലാം തട്ടിമറിച്ച് അവന്മാരെ ഒരു പരുവാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. ഒരാൾ വന്ന് സാംസാറിനോട് പറയുന്നു, സാംസാറേ, നമ്മുടെ രേഖാസ് കിച്ചൺ താരം രേഖാ മാഡം വന്നിട്ടുണ്ട്. അങ്ങനെ ആ VIP-കളായ എല്ലാവരും കൂടെ ചെന്ന് ചീഫ് ഗസ്റ്റായ രേഖാ മാഡത്തിനെ സ്വാഗതം ചെയ്യുവാണ്. സാബു പറയുന്നു, വ്യത്യസ്ത ഇനം പാചകക്കൂട്ടുകളുടെ കലവറ, അതാണ് രേഖാസ് കിച്ചൺ എന്ന പ്രോഗ്രാം. ഞങ്ങളുടെ ഈ എളിയ മത്സരവേദിയിലേക്ക് സ്വാഗതം. കുറുപ്പ് സാറ് പറയുക, ഒരൊറ്റ പ്രോഗ്രാമിലൂടെ ഇത്രയധികം വീട്ടമ്മമാരെ കയ്യിലെടുത്ത വേറൊരു പ്രോഗ്രാം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് റേറ്റിങ്ങിൽ മുന്നിട്ട് നിന്നുകൊണ്ട് അത് സൂപ്പർ ഹിറ്റായി ഇപ്പോഴും പോന്നത്. രേഖാ മാഡം താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഈ സപ്പോർട്ട് കൊണ്ടാണ് ആ പ്രോഗ്രാം ഇത്രയും വിജയകരമാക്കിയത്. അതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. അങ്ങനെ ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ച് അവരെ അകത്തോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ ചീഫ് ഗസ്റ്റും അവിടെ വന്നിരുന്ന് കഴിഞ്ഞ് നമ്മുടെ വിഷ്ണു കാറിങ്ങനെ ഓടിച്ചോണ്ട് വരുവാണ്. ശാരദാമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ. ഈശ്വര, സമയം ഒരുപാടായല്ലോ, സമയത്തിന് ഇനി അവിടെ എത്താൻ പറ്റുമോ, ഇനി എന്തെങ്കിലും കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെടുവാണ് ശാരദാമ്മ. വീണ്ടും അനൗൺസ്മെൻ്റൊക്കെ മുഴങ്ങുന്നുണ്ട്. KPT ഒരുക്കുന്ന പാചക മാമാങ്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാചകം എന്നത് ഒരു വലിയ കടമ്പയാണ്. കൈപുണ്യം എന്നത് അങ്ങനെയൊന്നും ആർക്കും പെട്ടെന്ന് കിട്ടണമെന്നില്ല. പാചകകലയിൽ തൻ്റേതായ തനത് ശൈലിയിൽ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച് കയ്യടി വാങ്ങിയ ഒരാളെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഈ വേദിയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാം നയിക്കാൻ എന്തുകൊണ്ടും ഈ പേര് അനുയോജ്യമാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ അതിഥിയും രക്ഷാധികാരിയുമായി എത്തിയിരിക്കുന്ന മറ്റാരുമല്ല സുഹൃത്തുക്കളെ, നിരവധി TV ഷോയിലും നിരവധി പ്രോഗ്രാമുകളിലൂടെയും വീട്ടമ്മമാർക്കെല്ലാം നല്ല പരിചയമായ നമ്മുടെ രേഖാ മാഡമാണ്. അങ്ങനെ അവിടെ സദസ്സിൽ കയ്യടിയൊക്കെ മുഴങ്ങുന്നുണ്ട്. വ്യത്യസ്ത റോളുകളിലൂടെ അമ്മയായും അമ്മായിയമ്മയായും കാമുകിയായും ഭാര്യയുമായും ഒക്കെ അഭിനയത്തിൻ്റെ വിവിധ തലങ്ങൾ അനായാസം കൈകാര്യം ചെയ്തിട്ടുള്ള രേഖാ മാഡത്തിനെ സൂപ്പർ ഹിറ്റാക്കി മാറ്റിയത്
രേഖാസ് കിച്ചൺ എന്ന സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഫുഡുകൾ ഉണ്ടാക്കുവാൻ മലയാളികൾ പഠിച്ചതും ഈ ഒരു ഒറ്റ പ്രോഗ്രാമിൻ്റെ പിൻബലത്തിലാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം രേഖാസ് കിച്ചൻ്റെ ഓൾ ഇൻ ഓളായ രേഖാ മേഡത്തിനെ. ഈ അനൗൺസ്മെൻറ്റും കയ്യടിയൊക്കെ നടക്കുന്നെങ്കിലും ശ്യാമയാകെ ദുഃഖിതയാണ്. ശ്യാമ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. ശാരദാമ്മയും ശാലിനിയും കാണുന്നില്ല, സത്യാമ്മയെ കാണുന്നില്ല. മത്സരവും ഇപ്പോൾ തുടങ്ങുമല്ലോ, എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നൊക്കെ ഓർത്തിങ്ങനെ ശ്യാമ അവിടെ നിന്ന് വിഷമിച്ചിരിക്കുവാണ്. നമുക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി രേഖാ മേഡത്തിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെയുള്ള അനൗൺസ്മെൻ്റ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ രേഖാ മേഡം സംസാരിക്കാൻ തുടങ്ങി. എല്ലാവരും പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നതെന്ന്. അതിൽ നിന്ന് തന്നെ നമുക്ക് അന്നത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് അത് എത്രത്തോളം ശുദ്ധതയോടെയും കൃത്യതയോടെയും ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഉത്തരവാദിത്വമുള്ള ഭാരിച്ച ഒരു ജോലി തന്നെയാണ്. മഹാനായ നടൻ പപ്പു സാർ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ, ഒരിഞ്ച് അങ്ങോട്ടോ ഒരിഞ്ച് ഇങ്ങോട്ടോ പാളിപ്പോയാൽ മൊത്തത്തിലൊന്ന് പാളിപ്പോകാവുന്ന ഐറ്റം അത് പാചകം തന്നെയാണ്. ഒരാൾ മനസ്സ് നിറഞ്ഞ് തൃപ്തനാകുന്നതും മനസ്സിൽ തട്ടി മതിയെന്ന് പറയുന്നതും നല്ല ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ മാത്രമാണ്. ഒരാൾക്ക് 1 കോടി രൂപ കൊടുത്താൽ പോലും മതിയെന്നൊരു വാക്ക് അയാളിൽ നിന്നും വരണമെന്നില്ല. എന്നാൽ വയറ് നിറച്ച് നമ്മൾ ഭക്ഷണം കൊടുത്താൽ അയാളിൽ നിന്നും ആത്മാർത്ഥതയോടെ ആ വാക്ക് കിട്ടുകയും ചെയ്യും. നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുന്നവർ നല്ലൊരു കുടുംബിനിയായിരിക്കും. ഭർത്താവിനെയും കുട്ടികളെയും നല്ല ഭക്ഷണം വെച്ച് ഉണ്ടാക്കി കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നവൾ നല്ലൊരു വീട്ടമ്മയും ആയിരിക്കും. അത്തരം ഒരു വീട്ടമ്മയെ കണ്ടെത്തുന്ന ഈ മഹത്തായ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ മനസ്സുകൊണ്ട് ഞാൻ ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. KPT ഗ്രൂപ്പിനും പരിശുദ്ധം കറിമസാല കൂട്ടിനും എൻ്റെ എല്ലാവിധമായ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ സംഭാഷണം ഇവിടെ ഉപസംഹരിക്കുന്നു. ഒപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന മനോഹരമായ ഭക്ഷണം കഴിക്കാൻ ഞാനിതാ തയ്യാറായി നിൽക്കുന്നു. എങ്കിൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ ഈ പാചകമാമാങ്കം. ഉടനെ ചന്ദ്രബോസ് അവിടെ നിന്നുകൊണ്ട് പറയുവാണ്, എന്നാൽ ഇനി ആരെയും കാത്തിരിക്കേണ്ട കാര്യമില്ല. വന്ന മത്സരാർത്ഥികളെ വെച്ചുകൊണ്ട് തന്നെ വരാത്തവരെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇനി മത്സരം അങ്ങോട്ട് ആരംഭിക്കട്ടെ. രോഹിത്തിൻ്റെ അഭിപ്രായം അവിടെ നിന്നുകൊണ്ട് വിളിച്ച് പറയുവാണ്, ഇത്ര നേരമായിട്ടും വരാത്തവരൊക്കെ ഇനി വീട്ടിലിരുന്ന് തന്നെ അങ്ങ് പാചകം ചെയ്താൽ മതി. ഇനിയും ആൾക്കാർ വരാൻ താമസമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു വീണ്ടും അനൗൺസ്മെൻറ്റ് നടത്തുവാണ്. പരിശുദ്ധം കറിമസാല പൗഡറിൻ്റെ മത്സരത്തിൽ വിജയിക്കുന്നവരെ കാത്തിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. പ്രോഗ്രാം ആരംഭിക്കുന്നതിൻ്റെ വിസിൽ ഊതുന്നതിന് മുന്നോടിയായി അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരമാണ്. ഓരോ റൗണ്ടിൻ്റെയും ഫുഡ് തയ്യാറാക്കാനുള്ള സമയം 2 മണിക്കൂറാണ്. ഈ 2 മണിക്കൂർ എന്നത് ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സമയം കൂടെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കേണ്ടതാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ സാധനം എടുക്കുന്നുവോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മത്സരത്തിലോട്ട് പങ്കെടുക്കാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ കൂടുതൽ സമയം നിങ്ങൾക്ക് പാചകത്തിനായി ചെലവഴിക്കാൻ കഴിയും. കുറുപ്പ് സാറും ചുറ്റും നോക്കുന്നുണ്ട്, ശാരദാമ്മയെ കണ്ടില്ലല്ലോ. അതുപോലെ തന്നെ ശ്യാമയും. ശാരദാമ്മയും സത്യാമ്മയും ഒന്നും വന്നില്ലല്ലോ, ഇനി അവർ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ലയോ? സുസ്മിത ചന്ദ്രബോസിനോട് പറയുക, ചിറ്റപ്പാ ഇനിയിപ്പോൾ ലോട്ടറി നമുക്ക് തന്നെ അടിച്ചാലോ? ഒരമ്മമാരെ ഇതുവഴിക്ക് കാണുന്നില്ലല്ലോ. എടി മോളെ, ഞാൻ ഏൽപ്പിച്ചവരെ പണി നന്നായിട്ട് ചെയ്തെന്നാ തോന്നുന്നത്. അതുകൊണ്ടാണ് ഒരൊറ്റ ഒരെണ്ണം പോലെ ഇതുവരെ വരാത്തത്. ഒരിക്കൽ കൂടി ഞാൻ മത്സരാർത്ഥികളുടെ പേര് വിളിക്കുകയാണ്. പേര് വിളിക്കുമ്പോൾ അവരവർക്കായി തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ വന്ന് നിൽക്കേണ്ടതാണ്. ആദ്യമായി വിളിക്കുന്നത് മല്ലിക S. നായർ. അങ്ങനെ മല്ലിക എഴുന്നേറ്റ് പോയി അവൾക്കായി ഒരുക്കിയ ആ സ്ഥലത്ത് പോയി നിൽക്കുന്നുണ്ട്. ഒരംഗത്തിന് തയ്യാറെടുത്ത് തന്നെയാണ് മല്ലിക S. നായർ വന്നിരിക്കുന്നത്. അത് ആ മുഖത്ത് കാണാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. രണ്ടാമതായി പരിചയപ്പെടുത്തുന്നത് സുസ്മിത. ചന്ദ്രബോസും രോഹിത്തും ഒക്കെ അങ്ങോട്ട് കൈയടിക്കുന്നുണ്ട് സുസ്മിത എഴുന്നേൽക്കുമ്പോൾ. അങ്ങനെ അവൾക്കായിട്ട് ഒരുക്കി വെച്ച സ്ഥലത്ത് അവളും പോയി നിൽക്കുവാണ്. ഇതെനിക്ക് അവകാശപ്പെട്ട വിജയമാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് സുസ്മിത വന്നിരിക്കുന്നത്. മൂന്നാമതായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് കുടുംബശ്രീ ശാരദ. വർഷങ്ങളായുള്ള പാചകത്തിൻ്റെ അനുഭവ സമ്പത്തും കൊണ്ടാണ് ശാരദ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്നത്. കുറുപ്പ് സാർ ഇങ്ങനെ സങ്കടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ശാരദാമ്മയെ നോക്കുവാണ്. ചന്ദ്രബോസ് ഇരുന്ന് ചിരിച്ചോണ്ട് പറയുക, അടികൊണ്ടിപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുമായിരിക്കും. ഒരിക്കൽ കൂടി നമുക്ക് ക്ഷണിക്കാം കുടുംബശ്രീ ശാരദ. അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടും ആളെ കാണാത്തതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പുറകോട്ടും ഒക്കെ നോക്കുന്നുണ്ട്.
നമ്മുടെ ജഗദീപിനൊരു സംശയം. ജഗദീപ് അങ്ങോട്ട് ചെന്ന് സുസ്മിതയോട് ചോദിക്കുന്നു, അതെ ശാരദാമ്മയെ ഒന്നും കാണുന്നില്ലല്ലോ. സുസ്മിതയുടെ ചിരി കണ്ട് ജഗദീപ് പറയുക, ഓ അപ്പോൾ ഒതുക്കമൊക്കെ നേരത്തെ അങ്ങ് നടത്തി ഇല്ലേ? എന്താ ജഗദീപ നീ പറഞ്ഞത്? ഓ സുസു, ഈ തേങ്ങയൊക്കെ ഒതുക്കുമ്പോഴേ ഒന്ന് നല്ലോണം ഒതുക്കണം, അല്ലെങ്കിൽ പച്ച ചവയ്ക്കും. അതാ ഞാൻ പറഞ്ഞത്. സുസ്മിത പറയുക, ശാരദാമ്മയുടെ കാര്യത്തിലെ പച്ചയല്ല ചവയ്ക്കുന്നത്, ചുവപ്പാണ്, ചോരയുടെ ചുവപ്പ്. അവരിനി ഈ 7 അയലത്തേക്ക് വരാൻ സാധ്യതയില്ല. അതിനുള്ള പണി വെച്ചിട്ടാ മോനെ ഈ സുസ്മിത ഇവിടെ നിൽക്കുന്നത്. ശാരദ പങ്കെടുത്താലേ പിന്നെ എന്തിനായി മത്സരം? ഈ 10 ലക്ഷമേ അവർക്കങ്ങ് എടുത്ത് കൊടുത്താ പോരെ? അത് കേട്ടിട്ട് ജഗദീപ് മനസ്സിൽ പറയുക, എൻ്റെ ഈശ്വര, ഇവള് ചെയ്യുന്ന ഈ പാവങ്ങളുടെയൊക്കെ ഫലം കൂടെ നിൽക്കുന്നവർക്കൂടെ പകരാതിരുന്നാൽ മതിയായിരുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ക്ഷണിക്കാം കുടുംബശ്രീ ശാരദ. എല്ലാവരും നോക്കുന്നുണ്ട്, കുടുംബശ്രീ ശാരദയെ കാണുന്നില്ല. സാബു വർഗീസും ചോദിക്കും, ശ്രേയെ അവർ വന്നില്ലേ ഇതുവരെയായിട്ടും? അതാ വരുന്നു നമ്മുടെ വിഷ്ണു ശാരദാമ്മയും ശാലിനിയും കൊണ്ട് കാറിൽ ദാ പാഞ്ഞെത്തിയിരിക്കുന്നു. പെട്ടെന്ന് ശാരദാമ്മയും ശാലിനിയും വിഷ്ണുവും കൂടെ അങ്ങോട്ട് ഓടി വരുവാണ്. അനൗൺസ്മെന്റ് നടത്തുന്ന കുട്ടി പറയുന്നത്, ദാ എത്തിയിരിക്കുന്നു നമ്മുടെ കുടുംബശ്രീ ശാരദ, വെൽക്കം കുടുംബശ്രീ ശാരദ എന്നിങ്ങനെ പറയുമ്പോഴേ എല്ലാവരും തിരിഞ്ഞു നോക്കുവാണ്. ചന്ദ്രബോസാണ് ചമ്മി വിളറി ഇങ്ങനെ നോക്കുന്നു. സുസ്മിതയുടെ ജീവനും പോയതുപോലെ അവൾ ആകെ ചത്ത പോലെ നിൽക്കുന്നു. വിഷ്ണു ശാരദാമ്മയെ ശാലിനിയും കൊണ്ട് എളുപ്പം നടന്ന് സ്റ്റേജിനടുത്തോട്ട് വരികയാണ്. സാബു വർഗീസിനും ഒക്കെ സന്തോഷമാകുന്നുണ്ട്. ശാരദാമ്മ എല്ലാവർക്കും നമസ്കാരവും പറയുന്നുണ്ട്. ശാലിനിയും വിഷ്ണുവൊക്കെ സത്യാമ്മയെ നോക്കുവാണ്. അവിടെ എങ്ങും കാണുന്നില്ല. വിഷ്ണു ഇങ്ങനെ ശ്യാമയുടെ ആംഗ്യത്തിൽ ചോദിക്കുന്നു, അമ്മ എവിടെയെന്ന്. വന്നിട്ടില്ല. അയ്യോ വന്നിട്ടില്ലയോ? ശാലിനിയും ചോദിക്കുന്നത്, എന്താ വിഷ്ണു ഏട്ടാ വന്നിട്ടില്ലെന്ന് പറയുന്നല്ലോ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ശാലിനി. സുസ്മിത ഇങ്ങനെ വിളറി ശാരദാമ്മയെ നോക്കുന്നുണ്ട്. ശാരദാമ്മയെ അതേ ഗൗരവത്തിൽ തന്നെ സുസ്മിതയും നോക്കുന്നു. സത്യാമ്മയെ വിളിക്കാനായിട്ട് വിഷ്ണു ഫോണും കൊണ്ട് പുറത്തോട്ട് പോകുന്നു. സുസ്മിത ഇങ്ങനെ സങ്കടത്തിൽ കരയുന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ചീഫ് ഗസ്റ്റായിട്ട് വന്ന രേഖ ശാലിനിയെ അറിയുന്നതാണോ എന്നൊരു സംശയം. രേഖ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് ശാലിനിയെ. പക്ഷെ ശാലിനി അത് കാണുന്നില്ല. ഇവർ തമ്മിൽ ഇനി എന്തെങ്കിലും ശത്രുതയാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.